ഇന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോൾ വണ്ടിയൊന്നും എടുത്തില്ല കേട്ടോ. സാധാരണ ഞാൻ വണ്ടിയുമെയാണ് പോകാറ്. ഇന്ന് എനിക്ക് ഡെപ്യൂട്ടേഷനായിരുന്നു. ഇന്നല്ല, ഒരു 15 ദിവസത്തെ ഡെപ്യൂട്ടേഷനാണ് കേട്ടോ. കുറച്ച് അകലെയുള്ള ഒരു ബ്രാഞ്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തില്ല. നേരെ ബസ്സിലാണ് പോകുന്നത്. ബസ് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് ഇറങ്ങി വീട്ടിലേക്ക് വേഗം നടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്ന വഴിയിൽ നിങ്ങൾക്ക് കാണാം കുറേ ലൈറ്റുകൾ. ഞങ്ങളുടെ ആഘോഷമായ പള്ളിപ്പെരുന്നാൾ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. വെള്ളിയാഴ്ച മുതലേ ഞങ്ങളുടെ അവിടെ പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും കേട്ടോ. ഡാൻസ് സെറ്റും ആഘോഷങ്ങളൊക്കെയും. അപ്പോൾ ശനിയും ഞായറുമാണ് മെയിനായിട്ട് പെരുന്നാൾ. പക്ഷേ വെള്ളിയാഴ്ച തന്നെ ഞങ്ങളുടെ അവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങും. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കാപ്പി കഴിച്ചു. പിന്നെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഉണ്ണിയപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും വിശന്നതുകൊണ്ട് തന്നെ കുറച്ച് ബണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്രീം ബണ്ണ്. കാരണം ചായക്ക് എന്തെങ്കിലും കഴിക്കേണ്ടതായിട്ടില്ല. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാനത് മേടിച്ച് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ ബിരിയാണി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അനിയത്തിയുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് ഞാൻ ബാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ജോഷിയുടെ പടക്കം കൊണ്ടുവന്നായിരുന്നു കേട്ടോ പെരുന്നാളിന് കത്തിക്കാനുള്ളത്. അത് കൊണ്ടുവരുമ്പോഴേക്കും രണ്ടാമത് ചാടി ഇറങ്ങി. കുറേ ദിവസമായി പടക്കം എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൽ. അപ്പോഴേക്കും ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് കപ്പേളയിൽ എത്തിയിട്ടോ. കപ്പേള പെരുന്നാളാണ് ഞങ്ങൾ ആഘോഷിക്കുന്ന പെരുന്നാൾ. സാൻഡി ആണെങ്കിൽ നിലത്ത് കിടക്കുന്ന കടലാസ് കൊണ്ടുകളെല്ലാം വാരി എടുത്തിട്ട് അപ്പൻ്റെ മേത്തേക്ക് എറിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തന്നപ്പോൾ ഞങ്ങളുടെ മേത്തേക്ക് വാരി എറിയുന്നുണ്ട്. അവനതൊരു കളിയാണ്. ചേട്ടനും അനിയനും കൂടി ഒരുമിച്ച് അറിയണേ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമായ അന്തോണീസ് പുണ്യാളൻ്റെ കപ്പേളയിലാണ് കേട്ടോ ഈ പെരുന്നാളാഘോഷം. കുറേ വിശ്വാസികൾ വരും കേട്ടോ. പല സ്ഥലങ്ങളിലും പല അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളതും സാക്ഷ്യങ്ങൾ പറയാനൊക്കെ ആയിട്ട് വലിയൊരു ആഘോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നേർച്ച ഊട്ടുമുണ്ട് വിശ്വാസികൾക്കെല്ലാം കഴിക്കാനായിട്ട് കേട്ടോ. അതായത് ശനിയാഴ്ച മുതലാണ് അതിന് നേർച്ച കഞ്ഞി.
അങ്ങനെ ഞങ്ങൾ കപ്പിളത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ലൈറ്റ് കാണാനായിട്ട് ഇറങ്ങിയിട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.